പ്രഭാതഭേരി. ജൈവവൈവിധ്യത്തിന്റെ കലവറയായ പശ്ചിമഘട്ടം ഔഷധസസ്യങ്ങളുടെ വലിയൊരു ഖനിയാണ്. മരുന്ന് ചെടികളുടെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും വളരുന്ന പ്രദേശങ്ങളിൽ നിന്നും വനത്തിൽ നിന്നും ശേഖരിച്ച് ഒരു പരിധിവരെ ഉപയോഗിച്ചു വരുന്നതിനാൽ ഇവയുടെ ലഭ്യത കുറഞ്ഞു വരുന്നുണ്ട്. നാൽപ്പാമരപ്പട്ടയിൽ നിന്ന് ഇറങ്ങുന്ന വിപണിയിൽ ലഭിക്കുന്നത് എന്തോ പട്ടകൾ ചറച്ച് ഒരുമിച്ച് വരുന്നത്. ആഗോളതലത്തിൽ നമ്മൾ നോക്കുമ്പോൾ 35,000 മുകളിൽ തന്നെ ഔഷധസസ്യങ്ങൾ വിഭിന്നമായിട്ടുള്ള തനത് വൈദ്യശാസ്ത്രങ്ങളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പാരിസ്ഥിതിക മേഖലകളിൽ ഒന്നായ പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യ ധാരാളിത്തത്തിലുള്ള കേരളത്തിന്റെ ഔഷധ സുഗന്ധ സസ്യസമ്പത്ത് ഭൂതകാലം കാത്തുവെച്ച ഒരു പുരാരേഖയല്ല. ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ വന്യമായിട്ടുള്ള ഔഷധ സസ്യങ്ങൾ കൂടുതലും ശേഖരിക്കുന്നത് നമ്മുടെ വനാന്തരങ്ങളിൽ നിന്നാണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിട്ടയർഡ് ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ രാജശേഖരൻ: നമ്മൾക്ക് ഇത്തരം ഔഷധ സസ്യങ്ങളുടെ കുറവ് വളരെ അധികം ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. കേരളത്തിൽ തന്നെ നമ്മളെല്ലാ ഔഷധ സസ്യങ്ങളുടെ നാടാണെന്ന് പറഞ്ഞാലും ഏകദേശം ഒരു പഠനം നമ്മൾ നടത്തിയപ്പോൾ 300-നടുത്ത ഔഷധ സസ്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. കാരണം അവിടെ കാടിന്റെ വിസ്തൃതി കൂടുതലാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാട് ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഇവിടുത്തെ കാടുകളുടെ സംരക്ഷണ പ്രക്രിയ കുറച്ചുകൂടി കർശനമാക്കിയിട്ടുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്ക് വന്യമായിട്ടുള്ളവ ശേഖരിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ, അതുപോലെ തന്നെ അന്യം നിന്ന് പോകുന്ന വിഭാഗത്തിലുള്ള ഔഷധ സസ്യങ്ങൾ നമുക്ക് നേരിട്ട് ശേഖരിക്കാൻ നമുക്ക് സമ്മതിക്കത്തില്ല. ആദിവാസികൾക്ക് ഗുണപ്പെടുന്നതായിട്ടുള്ള ലിസ്റ്റിൽ വനവിഭവങ്ങളുടെ ലിസ്റ്റുണ്ട്. അതനുസരിച്ചിട്ടാണ് നമുക്ക് വരുന്നത്. കേരളത്തിന്റെ പാരമ്പര്യ ചികിത്സാ രീതികൾ, പ്രത്യേകിച്ച് ആയുർവേദം, പ്രാദേശികമായി ലഭ്യമായ ഔഷധ സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ആയുർവേദ വെൽനസ് ടൂറിസത്തിന്റെ ആഗോള തലസ്ഥാനമെന്ന നിലയിലുള്ള കേരളത്തിന്റെ പ്രശസ്തി അതിന്റെ ആഗോള മതിപ്പിലും പൊതുജനാരോഗ്യ ചട്ടക്കൂടിലും ഔഷധ സുഗന്ധ സസ്യങ്ങൾ എത്രത്തോളം അടുപ്പത്തിൽ ഇഴചേർന്നിരിക്കുന്നുവെന്ന് കാണിക്കുന്നു. എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്താകെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും കോതമംഗലം DFO സൂരജ് ബെൻ: ആയുർവേദം, അതിലൂടെ മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളെ ലഭിക്കുകയും ഒപ്പം ഇതിലൂടെ ലഭിക്കുന്ന ഒരുപാട് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് API എന്ന് പറയുന്ന സംഭവങ്ങൾ പലതരത്തിലുള്ള മെഡിസിൻസിലേക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രിപ്പറേഷൻസിന്റെ ഭാഗമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ ചില തിക്താനുഭവങ്ങളിലൂടെയും കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. ബയോഡൈവേഴ്സിറ്റിയെ അതിശക്തമായി നമ്മൾ ചൂഷണം ചെയ്യുകയും അതുപോലെ തന്നെ ഈ ബയോഡൈവേഴ്സിറ്റിയുടെ കാവൽക്കാരായിട്ടുള്ള, ഈ ജൈവവൈവിധ്യത്തിന്റെ കാലാകാലങ്ങളായിട്ടുള്ള കാവൽക്കാരായിട്ടുള്ള നമ്മുടെ ട്രൈബൽസിനെയും അതുപോലെ തന്നെ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിനെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അതിന്റെ ബെനിഫിറ്റ് വളരെ കുറച്ച് കോർപ്പറേറ്റുകൾക്ക് മാത്രം ലഭിക്കുന്ന രീതിയിലേക്ക് മാറുന്നൊരു പ്രവണതയും ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ലോക വന്യജീവി ദിനം മാർച്ച് 3 ആഘോഷിക്കുമ്പോൾ അരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സിന് ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. 15 വർഷമായി മരുന്ന് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ രഞ്ജിത്ത്: ആയുർവേദ സംബന്ധിയായിട്ടുള്ള ഔഷധങ്ങളുടെ ലഭ്യതക്കുറവ് ഇന്ന് നമ്മളുടെ രംഗം നേരിടുന്ന വലിയൊരു ഭീഷണിയാണ്. നമുക്കറിയാം, ഏകദേശം 50,000-നും 70,000-ഓളം മെഡിസിനുകളാണ് ലോകത്തിൽ തന്നെ പല രീതിയിലായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മരുന്ന് ഉൽപാദനത്തിനും അല്ലാതെയും ഒക്കെ ആയിട്ട് ഇന്നത്തേക്കെല്ലാം അരോമാറ്റിക് ആയിട്ടുള്ളതും ഔഷധ ഗുണങ്ങളുമായിട്ടുള്ള ആയുർവേദ മേഖലകൾ മാത്രമല്ല, ലോകത്തിലെ ഏകദേശം 1,400-ഓളം സമാന്തര ചികിത്സാ സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ചികിത്സാ സമ്പ്രദായങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം മോഡേൺ മെഡിസിനിലും പല പ്രിപ്പറേഷൻസിനും മെഡിസിൻസിന്റെ എക്സ്ട്രാക്റ്റും അരോമാറ്റിക് ഓയിൽസും ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഉപയോഗിച്ചു വരുന്നത്. ഒരു സ്ഥലത്തു നിന്ന് തന്നെ കൂടുതൽ അളവില് മരുന്നുകളാണെങ്കിൽ അതിന്റെ വേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് പോകുമ്പോൾ ആ ഒരു സസ്യവർഗം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അത്തരത്തിലുള്ള ഓവർ ഹാർവെസ്റ്റിംഗ് ആയിട്ടുള്ളത്, അതിന്റെ ആവാസ വ്യവസ്ഥയുടെ നശീകരണം, ഇക്കാര്യങ്ങളെല്ലാമാണ് പൊതുവിൽ നമുക്ക് ഈ ഔഷധ ലഭ്യതക്കുറവിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. വനങ്ങളിൽ നിന്ന് അമിതമായി വിളവെടുക്കുന്നത് അപൂർവവും തദ്ദേശീയവുമായ സസ്യജീവജാലങ്ങൾക്ക് ഭീഷണിയാകുന്നു. വാണിജ്യ ചൂഷണവും മായം ചേർക്കലിന്റെയും ഗുണനിലവാര നിയന്ത്രണത്തിന്റെയും പ്രശ്നങ്ങളും വിശ്വാസ്യതയെയും ജൈവ വൈവിധ്യത്തെയും ഒരുപോലെ ദുർബലപ്പെടുത്തും. ഇങ്ങനെ പോയാൽ ശക്തമായ സംരക്ഷണ നയങ്ങളും അവബോധവും ശാസ്ത്രീയ മാനേജ്മെന്റുമില്ലാതെ വിലമതിക്കാനാവാത്ത ഈ പ്രകൃതി പൈതൃക അറിവ്
നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. 2002 ബയോഡൈവേഴ്സിറ്റി ആക്ടിനെ പറ്റി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. സൂരജ് ബെൻ. അതിനോടൊപ്പം തന്നെ 1992 നമ്മൾ ലോകമാകമാനം യുണൈറ്റഡ് നേഷൻ ഫോം ചെയ്ത കൺവെൻഷൻ ഫോർ ബയോഡൈവേഴ്സിറ്റി CBD എന്ന് പറയും. അതിലെ 3 തീമാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ തീം എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കുക. രണ്ടാമതായിട്ട് വരുന്നത് അതിന്റെ ഗുണഫലങ്ങൾ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുക, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ് എന്നാണ്. മൂന്നാമത്തേത് ഇതിന്റെ സസ്റ്റൈനബിൾ യൂസ് ആണ്, അതായത് നശിച്ചു പോവാത്ത രീതിയിൽ ഇതിനെ നമുക്ക് എല്ലാ കാലത്തേക്കും നിലനിർത്താവുന്ന രീതിയിൽ ഇതിനെ ഉപയോഗിക്കുക. അങ്ങനെ ഈ 3 തീം ആണ് ഈ ജൈവവൈവിധ്യത്തെ കുറിച്ച് നമ്മുടെ ലോകത്താകെയുള്ള 3 കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഔഷധ സസ്യങ്ങളുടെ കൃഷി, ശേഖരണം, സംസ്കരണം, വിപണനം എന്നിവ കർഷകർക്കും ചെറുകിട സംരംഭകർക്കും തൊഴിൽ നൽകുന്നു. പരമ്പരാഗത അറിവിനെ ആധുനിക ഗവേഷണവും ബയോടെക്നോളജിയുമായി സംയോജിപ്പിക്കുന്നതിലൂടെ സസ്യാധിഷ്ഠിത ആരോഗ്യ സംരക്ഷണത്തിനും സുസ്ഥിര പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾക്കും ഒരു ആഗോള കേന്ദ്രമായി മാറാനുള്ള കേരളത്തിന്റെ സാധ്യത വെളിവാക്കുന്നു. നമുക്ക് ജെന്യുവനായിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ് ഇപ്പോൾ വിപണിയിൽ പലതും അപൂർവമാണ്, അല്ലെങ്കിൽ അത് ആവശ്യത്തിന് കിട്ടുന്നില്ല. ഔഷധ സസ്യ കർഷകനും ദേവിവിലാസം ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മാസ്റ്ററുമായ സനിൽ ചന്ദ്ര ഘോഷ്. ഉദാഹരണത്തിന് നമുക്കിപ്പോ ദശമൂലത്തില് കോളം വേര്, ചെറുമുക്കുമിഴിൻ വേര്, പാതിരി വേര്, പിന്നെ പല പയ്യാനി അല്ലെങ്കിൽ വയ്യാഴ, വെൺവഴുതന, ഇങ്ങനെ ഉണ്ട്. ചെറുവഴുതന, മുഞ്ഞ, ഓരില, മൂവില, ഇതൊക്കെ. ഇതില് നമുക്കിപ്പോ വെൺവഴുതനയും ചെറുവഴുതനയും ഒന്നും അതല്ല സാധനങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. എന്തൊക്കെയോ സാധനങ്ങൾ കട്ട് ചെയ്ത് ഡമ്പായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരില വേര്, മൂവല വേര്, ഇതിപ്പോ തിരിച്ച് രണ്ടും ഏതാണെന്ന് തിരിച്ചു കിട്ടുന്നില്ല. ഇപ്പൊ ഞെരിഞ്ഞലിന്റെ വേര് അതിൽ ചേരണം. പക്ഷെ ഞെരിഞ്ഞലിന്റെ വേര് കിട്ടാത്തതുകൊണ്ട് സാധാരണയായിട്ട് ഞെരിഞ്ഞലിന്റെ വിത്താ ഉപയോഗിക്കും. നാൽപ്പാമരപ്പട്ടയെന്ന് പറഞ്ഞെന്ന് വിപണിയിൽ ലഭിക്കുന്നത് എന്തോ പട്ടകൾ ചതച്ച് ഒരുമിച്ച് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാധനങ്ങള് നമുക്ക് ഒരുമിച്ച് നമ്മുടെ ആവശ്യത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഔഷധസസ്യ കൃഷി എന്നുള്ള വീട്ടിലേക്ക് പോയത്. ഇതിന് നമുക്ക് ഔഷധസസ്യ ബോർഡിൽ നിന്ന് ഉള്ള പല സഹായങ്ങളും ലഭ്യമാണ്, അവിടെ സബ്സിഡിയോട് കൂടിയത്. അതുപോലെ തന്നെ അരോമാറ്റിക് പ്ലാന്റ്സിന് അതിന്റെ ചില ബോർഡുകളിൽ നിന്നുണ്ട്, പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെതായ സഹായങ്ങളുണ്ട്, പിന്നെ കൃഷി ഓഫീസ് വഴി ഉള്ള ചില സഹായങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഔഷധ സസ്യങ്ങളുടെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഔഷധ സുഗന്ധ സസ്യങ്ങൾ മനുഷ്യർക്കും ഭൂമിക്കും രോഗശാന്തി നൽകുന്നവയാണ്. അവയെ സംരക്ഷിക്കുക എന്നാൽ ആരോഗ്യ സംവിധാനങ്ങളും ഉപജീവന മാർഗങ്ങളും ഒപ്പം പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും സംരക്ഷിക്കുക എന്നതാണ്. ഈ വർഷത്തെ വന്യജീവി ദിനം ഒരു പ്രത്യേക പ്രമേയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേരള വനഗവേഷണ സ്ഥാപനത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ AV രഘു. ഔഷധ സുഗന്ധ സസ്യങ്ങൾ, ആരോഗ്യം, പാരമ്പര്യം, ഉപജീവനമാർഗം എന്നിവയുടെ സംരക്ഷണം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പ്രമേയത്തിന് വലിയ പ്രസക്തിയുള്ളതായി കാണാം. ജൈവവൈവിധ്യത്തിൻ്റെ കലവറയായ പശ്ചിമഘട്ടം ഔഷധ സസ്യങ്ങളുടെ വലിയൊരു ഖനിയാണ്. ലോകത്തിലെ പല അപൂർവ സസ്യങ്ങളും ഇവിടെ വളരുന്നു. അതുപോലെ നമ്മുടെ പ്രബലമായ ആയുർവേദ പൈതൃകം സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആയുർവേദ ചികിത്സാരീതികൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഈ കാട്ടുചെടികളെയാണ്. അതുപോലെ തന്നെയാണ് ഗോത്രവർഗ ശാക്തീകരണം. വനാശ്രിത സമൂഹങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ ഗോത്രവിഭാഗങ്ങൾ, ഈ സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിലും ശേഖരിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നതായി കാണാം. ശാസ്ത്രീയമായ ഇടപെടലുകളിലൂടെയും കൃത്യമായ വിപണനത്തിലൂടെയും ഇവരുടെ ജീവിത നിലവാരം ഉയർത്താൻ നമുക്ക് സാധിക്കും. കണ്ണാടിപ്പായ, തേൻ പോലുള്ള പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ പോലെ തന്നെ ഔഷധസസ്യ ശേഖരണവും ശാസ്ത്രീയമായാൽ അത് വലിയൊരു വരുമാന മാർഗമാകും. അതിനുള്ള സന്ദേശം കൂടിയാണ് ഈ വർഷം നാം ആഘോഷിക്കുന്നത്. വന്യജീവി സംരക്ഷണം എന്നത് കാടിനുള്ളിലെ മൃഗങ്ങളെ സംരക്ഷിക്കൽ മാത്രമല്ല, ആ കാടിന്റെ ഓരോ തളിരിലെയും സംരക്ഷിക്കലാണ്. ഓടക്കാലി സുഗന്ധ ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ആൻസി ജോസഫ്. നമ്മുടെ പരമ്പരാഗതമായ സുഗന്ധ വിളകളൊന്നും അങ്ങനെ നശിച്ചു പോകുന്നു എന്ന് പറയാൻ പറ്റുകയില്ല. അവയെല്ലാം സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ തലത്തിലുണ്ട്. എന്നാൽ മരുന്ന് ചെടികളുടെ കാര്യത്തിൽ ഇവ സ്വാഭാവികമായിട്ടും വളരുന്ന പ്രദേശങ്ങളിൽ നിന്നും വനത്തിൽ നിന്നും ശേഖരിച്ച് ഒരു പരിധിവരെ ഉപയോഗിച്ചു വരുന്നതിനാൽ ഇവയുടെ ലഭ്യത കുറഞ്ഞു വരുന്നുണ്ട്. അതിലുള്ള ജനിതക വൈവിധ്യം നഷ്ടപ്പെട്ടും വരുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വനത്തിനെ ആശ്രയിക്കുന്നത് നമ്മൾ പരമാവധി കുറയ്ക്കുകയും കൃഷിയിൽ നിന്ന് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. എന്നാൽ കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് പലപ്പോഴും മത്സരിക്കേണ്ടി വരുന്നത് വനത്തിൽ നിന്ന് ശേഖരിച്ച് വരുന്ന ഉൽപ്പന്നങ്ങളുമായിട്ടാണ്. അതിനാൽ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് ഉള്ള തടസ്സം ചിലപ്പോൾ കർഷകർ നേരിടുന്നുണ്ട്. ഔഷധസസ്യ ബോർഡ് പ്രധാനപ്പെട്ട ഔഷധസസ്യങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് 30% തൊട്ട് 70% വരെ സബ്സിഡി നൽകി വരുന്നുണ്ട്. ഔഷധസസ്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിനും
ഓരോ വീട്ടുവളപ്പിലും വ്യാപകമായി കൃഷി ചെയ്യുന്നതിനുമുള്ള രീതികൾ പഠിപ്പിക്കുന്നതിനും കൃത്യമായിട്ട് പരിശീലനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റിയുള്ള മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്നും. ഗവേഷണ കേന്ദ്രത്തിന് കൃത്യമായ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതുവഴി എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള രീതികൾ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവയെല്ലാം ഔഷധസസ്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുന്നതിനും അവ കൂടുതലായിട്ട് കൃഷി ചെയ്യാനും കർഷകരെ സഹായിക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് കേരളം മുന്നേറുമ്പോൾ അതിന്റെ ഊർജം ശേഖരിക്കേണ്ടത് വേരുകളിൽ നിന്ന് തന്നെയാണ്. സുഗന്ധ ഔഷധ സസ്യങ്ങൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഐക്യത്തെ അടയാളപ്പെടുത്തുന്നു. ശ്രദ്ധയോടുകൂടി ക്രാന്തദർശിത്വത്തോടെ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യവും സമ്പത്തും സമ്പന്നമാക്കാൻ കഴിയുന്ന ഈ മരതക നിധികളെ വരും തലമുറയ്ക്ക് കൈമാറാം.